بسم الله الرحمن الرحيم فاستفتهم أهم أشد خلقا أم من خلقنا إنا خلقناهم من طين لازب بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സൂറത്തു സ്വാഫാത്തിൻ്റെ 11-ാമത്തെ ആയത്ത് മുതൽ നോക്കാം. അള്ളാഹു ചോദിക്കുന്നു, ഫസ്തഫ്തിഹിം, മക്ക കാഫറുകളോട് നിങ്ങൾ ചോദിക്കുക. ഇസ്തഫ്ത എന്ന് പറഞ്ഞാൽ ഫത്വ ചോദിക്കുക എന്നൊക്കെ പറയില്ലേ. ഇസ്തഫ്ത ഇസ്തഫല വസനാണ്, ചോദിക്കുക എന്നൊരർത്ഥം കിട്ടും. അപ്പം ഇസ്തഖ്ബിർ കുഫാർ മക്ക എന്നാണ് തഫ്സീർ. മക്ക കാഫറുകളോട് നിങ്ങൾ ചോദിക്കുക, വിവരം അന്വേഷിക്കുക, അവരിൽ നിങ്ങൾ ചോദിച്ചറിയുക. അതായത് നബി തങ്ങൾക്ക് അറിയാത്തതുകൊണ്ടല്ല, അവർ ഉത്തരം മുട്ടിക്കാൻ വേണ്ടിയുള്ള ചോദ്യമാണ്. തഖരീറൻ ഔ തൗബീഹൻ, ഭയപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ അവരെ അംഗീകരിപ്പിക്കാൻ വേണ്ടി, രണ്ടർത്ഥത്തിലുള്ള ചോദ്യം. അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ. ഞാൻ എന്നോട് നേരത്തെ പറഞ്ഞിട്ടില്ലേ എന്ന് നമ്മൾ ചില ആൾക്കാരോട് പറയും. എന്താണിത്? പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് അറിയിക്കാൻ. അതാണ് തഖരീർ. എടാ, എന്നോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ എന്നൊരു ഗൗരവത്തിൽ ചോദിക്കുമ്പോൾ തൗബീഖാണ്, ഭയപ്പെടുത്താനുള്ള ചോദ്യമാണ്. രണ്ടിനും ആക്കാം ഈ ചോദ്യം. ഫസ്തഫ്തിഹിം, നബിയെ തങ്ങളവരോട് ചോദിക്കുക. അഹും അഷദ്ദു ഖൽഖൻ, അവരാണോ ഏറ്റവും ശക്തരായ സൃഷ്ടികൾ? അമ്മൻ ഖലഖ്ന, അല്ല നമ്മൾ സൃഷ്ടിച്ചവരാണോ? അവരാണോ ഏറ്റവും ശക്തരായ സൃഷ്ടികൾ? അല്ല, നാം നേരത്തെ സൃഷ്ടിച്ച പടപ്പുകളാണോ? മിനൽ മലായികത്തി വസ്സമാവാതി വല്ലറദീന വഫീഹിമ. ഇവിടെ മൻ ഖലഖന എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചവർ എന്നാണ് അർത്ഥം. ബുദ്ധിയുള്ള ആളുകളൊക്കെയാണ് മൻ എന്ന വാക്കുപയോഗിക്കുക. അപ്പോൾ ആകാശം ഭൂമി ബുദ്ധിയൊന്നുമില്ലല്ലോ. അപ്പോൾ ബുദ്ധിയുള്ള ആളുകളെ പ്രത്യേകമായി എടുത്തു പറഞ്ഞതാണ്. അവർക്കാണല്ലോ ബുദ്ധിയുള്ള ആളുകളെക്കാൾ ശ്രേഷ്ഠത ഉള്ളത്. അതിന് തഗ്ലീബ് എന്നാണ് അറബി ഭാഷയിൽ പറയാം. തഗ്ലീബുൽ ഉഖല, ബുദ്ധിയുള്ളവർക്ക് പ്രാമുഖ്യം നൽകി പറഞ്ഞതാണ്. ആകാശവും ഭൂമിയൊക്കെ അതിൽ പെട്ടു. ഇന്നാ ഖലഖ്നാഹും മിൻ തീനിൻ ലാസിബ്, നിശ്ചയം മനുഷ്യനെ നാം സൃഷ്ടിച്ചു, നിശ്ചയം അവരെ നാം സൃഷ്ടിച്ചു. അവരെന്ന് പറഞ്ഞാൽ അവരുടെ ആദ്യ പിതാവ് ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചു. മിൻ തീനിൻ ലാസിബ്, ഒട്ടുന്ന മണ്ണിൽ നിന്ന്. ലാസിബ് എന്ന് പറഞ്ഞാൽ ലാസിഖിൻ യൽസഖു ബിൽ യദി, കയ്യിനോട് ഒട്ടുന്ന. അതായത് അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്താ? വൽ മാന അന്ന ഖൽഖുഹും ലഈഫ്, അവരുടെ സൃഷ്ടിപ്പ് വളരെ ദുർബലമാണ്. ഫലാ യതകബ്ബറു, അതുകൊണ്ട് അവർ അഹങ്കരിക്കാൻ പാടില്ല. അന്നബിയ്യ വൽ ഖുർആൻ, ലാ യതകബ്ബറു, അവർ അഹങ്കരിക്കരുത്. ബിൻകാരി നബിയ്യ വൽ ഖുർആൻ അൽ മുഅദ്ദി ഇലാ ഹലാക്കിഹിം, അവരുടെ നാശത്തിന് കാരണമാകുന്ന ആ നിഷേധം കൊണ്ട്, അള്ളാഹുവിൻ്റെ റസൂലിനെയും ഖുർആനിനെയും നിഷേധിച്ചുകൊണ്ട് അവർ അഹങ്കരിക്കരുത്. അവരൊക്കെ നിസാര സാധനങ്ങളാണ്. കേവലം ഒട്ടുന്ന മണ്ണിൽ നിന്നാണ്, പശർമയുള്ള മണ്ണിൽ നിന്നാണ് അള്ളാഹു തആല സൃഷ്ടിച്ചത്. അതാ ലാസിബ് എന്ന് പറഞ്ഞാൽ. അതങ്ങോട്ട് എടുത്താൽ കയ്യിൽ ഇങ്ങോട്ട് ഒട്ടിപ്പിടിക്കും. അങ്ങനത്തെ മണ്ണിൽ നിന്നാണ് അവരെ സൃഷ്ടിച്ചത്, അവരുടെ പിതാവിനെ. ബൽ അജിബ്ത വയസ്ഖറൂൻ, ബൽ എന്നാൽ ഒരു വിഷയത്തിൽ നിന്ന് മറ്റൊരു വിഷയത്തിലേക്ക് പറഞ്ഞു നീങ്ങുന്നതിന് ഉപയോഗിക്കുന്ന അക്ഷരമാണ് ബൽ ലിൽ ഇന്തിഖാൽ മിൻ ഗറദിൻ ഇലാ ആഖർ. ഒരു സംഗതിയിൽ നിന്ന് മറ്റൊരു സംഗതി പറയാൻ വേണ്ടി ഇടയ്ക്ക് ബല്ല് ഉപയോഗിക്കുന്ന സംഗതി ഉണ്ട്, പിന്നെ എന്നൊക്കെ അർത്ഥത്തിന്. ആ അർത്ഥത്തിലാണ് വേണം പിന്നെ. അജിബ്ത, അതായത് അവരവസ്ഥയും നബി തങ്ങളുടെ അവസ്ഥയും വേറെ വേറെ പറയാണ്. ബൽ എന്നാൽ അജിബ്ത, അങ്ങ് അത്ഭുതപ്പെടുന്നു നബിയെ. ഖിതാബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തക്രീബിഹിം ഇയ്യാക, ഇങ്ങനെയൊക്കെ ആയിട്ടും അവർ അങ്ങയെ നിഷേധിക്കുന്നതിൽ അങ്ങ് വല്ലാതെ അത്ഭുതപ്പെടുന്നുണ്ട്.
വയസ്ഖറൂൻ, അവർ പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട്. മിൻ താജ്ബിക, തങ്ങളുടെ അത്ഭുതപ്പെടൽ കണ്ടിട്ട്. എന്താണ് പടച്ചോനെ ഇവർ വിശ്വസിക്കാത്തത് എന്ന അത്ഭുതമാണ് അള്ളാഹിൻ്റെ റസൂലിന്. മുഹമ്മദ് എന്തിനാണ് ഞങ്ങളെ കാര്യത്തിൽ ഇത്ര അത്ഭുതപ്പെടുന്നത് എന്ന പരിഹസിക്കലാണ് അവരുടെ ഭാഗത്ത്. ബൽ അജിബ്ത വയസ്ഖറൂൻ, അങ്ങ് അത്ഭുതപ്പെടുകയും അവർ പരിഹസിക്കുകയും ചെയ്യുന്നു, നിന്ദിക്കുകയും ചെയ്യുന്നു. വഇദാ ദുക്കിറൂ ലാ യദ്കുറൂൻ, പരിശുദ്ധ ഖുർആൻ കൊണ്ട് അവരെ ഉപദേശിക്കപ്പെട്ടാൽ ലാ യദ്കുറൂൻ, അവർ ഉപദേശം സ്വീകരിക്കുന്നില്ല. ഖുർആനല്ലേ ഏറ്റവും വലിയ ഉപദേശത്തിൻ്റെ ഗ്രന്ഥം, അതുപോലും അവർ അംഗീകരിക്കുന്നില്ല. വഇദാ ദുക്കിറൂ വഇളൂ ബിൽ ഖുർആൻ, ദക്കറ എന്ന് പറഞ്ഞാൽ ഓർമ്മപ്പെടുത്തിയെന്ന, വഅളൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണല്ലോ. ലാ യദ്കുറൂൻ ലാ യത്തഇലൂൻ, അവർ ഉപദേശം സ്വീകരിക്കുന്നില്ല. വഇദാ റഅൂ ആയതൻ യസ്തസ്ഖിറൂൻ, അള്ളാഹുവിൻ്റെ റസൂല് വല്ല ദൃഷ്ടാന്തങ്ങളും അവർ കാണിച്ചു കൊടുക്കുകയും അവർ കാണുകയും ചെയ്താൽ, ഉദാഹരണം ചന്ദ്രൻ പിളർത്തുക പോലെയുള്ള, ഇൻശിഖാഖുൽ ഖമർ പോലെയുള്ള അത്ഭുതങ്ങൾ അവർ കാണുമ്പോൾ യസ്തസ്ഖിറൂൻ യസ്തഹ്സിഊന ബിഹാ, അതിനവർ പരിഹസിക്കുകയാണ്. എന്തൊരു വലിയ അത്ഭുതം! അപ്പോൾ ചന്ദ്രനെ കണ്ട് പിളർത്തിയിട്ട് നേരെ കണ്ണിൻ്റെ നേരെ കണ്ട് കാണുകയാണ്, അപ്പോഴും പരിഹാസം. എന്തൊരു നിഷേധമാണ്! അതാണ് നബി തങ്ങൾക്ക് ഇത്ര അത്ഭുതം. വഖാലൂ ഇൻ ഹാദാ ഇല്ലാ സിഹ്റും മുബീൻ, ആ ദൃഷ്ടാന്തങ്ങളെ കാണുമ്പോൾ അവർ പറയാണ്, ഇത് വ്യക്തമായ കൂടോത്രമാണ്, സിഹറാണ്, ഇത് സിഹറല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറയാണ്. മുബീൻ എന്ന് പറഞ്ഞാൽ ബയ്യൻ, വ്യക്തമാണത്. എന്നിട്ടവർ പുനർജന്മത്തെ നിഷേധിക്കുകയാണ്. അവർ പറയാണ്, ഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇളാമൻ അഇന്നാ ലമബ്ഊസൂൻ, അവർ പറയാണ് അഇന്നാ മിത്നാ, നമ്മൾ മരണപ്പെട്ടാൽ, വകുന്നാ തുറാബൻ, നമ്മൾ മണ്ണായി തീർന്നാൽ, വഇളാമൻ, എല്ലുകളുമായി തീർന്നാൽ, അൾമു എന്ന് പറഞ്ഞാൽ എല്ല്, ഇളാമൻ, അഇന്നാ ലമബ്ഊസൂൻ, നമ്മളെ വീണ്ടും ജീവിപ്പിക്കപ്പെടുമോ? ബഅസ് അതിൽപ്പെട്ടാണ് മബ്ഊസ്, വീണ്ടും ജീവിപ്പിക്കപ്പെടുമോ? നിങ്ങളെപ്പോഴും കേൾക്കുന്നതാണ് ഇന്ന എന്നുള്ളടത്ത് പല ഖിറാഅത്ത്, ഫിൽ ഹംസത്തൈനി ഫിൽ മൗദിഅൈനി അത്തഹഖീഖ് വതസ്സീലു സാനിയ വിദ്ഖാലു അലിഫിൻ ബൈനഹുമാ അലൽ വജ്ഹൈൻ, നമ്മൾ ജീവിപ്പിക്കപ്പെടുമോ? നമുക്ക് പുനർജന്മമുണ്ടാകുമോ? അവ ആബാഉനൽ അവ്വലൂൻ, ഔ എന്നും ഖിറാഅത്തുണ്ട്. അവ ആബാഉനൽ അവ്വലൂൻ, നമ്മുടെ ആദ്യകാല പിതാക്കന്മാരും ജീവിപ്പിക്കപ്പെടുമോ? അവരൊക്കെ മണ്ണായിപ്പോയില്ലേ, പിന്നെ എങ്ങനെ ജീവിപ്പിക്കുക എന്നാണ് അവർ ചോദിക്കുന്നത്. ഔ ആബാഉന എന്നാവുമ്പോൾ ഇന്നാ ലമബ്ഊസൂൻ, നമ്മൾ ജീവിപ്പിക്കപ്പെടുമോ? അല്ലെങ്കിൽ നമ്മുടെ ആദ്യകാലത്ത് മരിച്ചു പോയ പിതാക്കളും ജീവിപ്പിക്കപ്പെടുമോ? അവ ആബാഉന എന്ന് പറയുമ്പോൾ ഹംസ ഇസ്തിഫാമിനാണ്, വാവ് അത്ഫിനാണ്. അപ്പോൾ എന്തായി? ഇന്നാ ലമബ്ഊസൂൻ, ഇന്നൻ്റെ മഹല്ലുണ്ടല്ലോ, ഇന്ന അർഫ് തൗക്കീദാണ്. നമ്മൾ ജീവിപ്പിക്കപ്പെടുമോ? അല്ല, നമ്മുടെ പിതാക്കളെയും ജീവിപ്പിക്കപ്പെടുമോ? പിതാക്കളെയും ജീവിപ്പിക്കപ്പെടുമോ? ഒന്ന് ഔ എന്ന് അത്ഫിനാക്കുക, അല്ലെങ്കിൽ ആ എന്ന് ഇസ്തിഫാമാകുമ്പോൾ വാവ് അത്ഫിനാണ് നോക്കേണ്ടി വരും. മഅതൂഫ് അലൈഹി ഇന്നാന്ന് ഇന്നൻ്റെ മഹല്ലാണ്, ഇന്നയും അതിൻ്റെ ഇസ്മും കൂടിയ മഹല്ല്. അല്ലെങ്കിൽ പിന്നെ മബ്ഊസൂൻ എന്നതിൻ്റെ സമീർ, മബ്ഊസൂൻ എന്നിടത്തേക്ക് അവ ആബാഉന എന്നുള്ള വാവ് കൊണ്ട് അത്ഫ് ചെയ്യാൻ പാടില്ലല്ലോ, കാരണം മർഫൂആയ സമീറാണ് മബ്ഊസൂൻ എന്നുള്ളത്. അങ്ങനെ മർഫൂആയ സമീറിലേക്ക് അത്ഫ് ചെയ്യുമ്പോൾ എന്തെങ്കിലും കൊണ്ട് പിരിക്കണം. ഇവിടെ ഇസ്തിഫാമിന് ഹംസ കൊണ്ട് പിരിച്ചു, അല്ലെങ്കിൽ എന്ത് പറയാൻ പാടില്ല? മബ്ഊസൂൻ എന്ന അങ്ങോട്ട് അത്ഫാകാണെങ്കിൽ മബ്ഊസൂൻ വ ആബാഉന എന്ന് പറയാൻ പറ്റില്ല, മർഫൂആയ സമീറിലേക്ക് അത്ഫ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഹംസ കൊടുത്തു, അപ്പോൾ പറ്റും. അവ ആബാഉനൽ അവ്വലൂൻ, നമ്മളും നമ്മളെ മരിച്ചുപോയ പിതാക്കളും മണ്ണായി എല്ലുകളായി തീർന്നാൽ
നമ്മളെ ജീവിപ്പിക്കപ്പെടുമോ? അല്ലെങ്കിൽ നമ്മുടെ ആദ്യകാല പിതാക്കളെ ജീവിപ്പിക്കപ്പെടുമോ? ഖുൽ നഅം അൻതും ദാഖിറൂൻ. നബിയെ തങ്ങളവരോട് പറയുക, നഅം തുബഅസൂൻ, അവർ ജീവിപ്പിക്കപ്പെടും. വഅൻതും ദാഖിറൂൻ, നിങ്ങൾ നിന്ദ്യരായിരിക്കും. ആ വിധത്തിൽ ഈ കാണുന്ന തലയെടുപ്പും അഹങ്കാരവും വലിയ പറച്ചിലൊന്നും ഉണ്ടാവില്ല. ദാഖിറൂൻ, സ്വാഗിറൂൻ, സഹറ എന്ന് പറഞ്ഞ സെഹർ ചെറുത്, നിങ്ങളൊക്കെ ചെറുതായിട്ട് നിന്ദ്യരായിട്ട് ഒന്നിനും കൊള്ളാത്തവരായിട്ട് നിങ്ങൾ ജീവിപ്പിക്കപ്പെടും. فإنما هي شجرة واحدة فإذا هم ينظرون. فإنما هي, നിശ്ചയം അത് എന്ന് പറഞ്ഞാൽ മുബഹമായ ലമീറാണ്. ഇനി വരാൻ പോകുന്നതിനെക്കുറിച്ചാണ് അത് പറയുന്നത്. അത് സജറത്തുൻ വാഹിദ, ഒരൊറ്റ അട്ടഹാസമായിരിക്കും. ലമീർ മുബഹമുൻ. ഇന്നഹു എന്നുള്ളത് സാധാരണ ലമീർ മുമ്പുള്ളേക്കാണല്ലോ മടങ്ങൽ. ഇവിടെ ഇന്നഹു നിശ്ചയം, ഫഇന്നമാഹിയ അത്, സജ്റത്തുൻ അതൊരട്ടഹാസമാണ്, വാഹിദത്തുൻ ഒരൊറ്റ അട്ടഹാസം. അതോടുകൂടി തന്നെ മനുഷ്യന്മാരെ കഥ കഴിഞ്ഞു. ഫഇദാഹും യൻദുറൂൻ. ഈ പുനർജന്മം എന്നത് മീകായിൽ അലൈഹിസ്സലാമിൻ്റെ ഒരു ശബ്ദമാണ്, ഒരൊറ്റ ശബ്ദം. അന്നേരം ഫൈദാഹു, മനുഷ്യന്മാർ സൃഷ്ടികൾ മുഴുവനും, അഹയാവ് ജീവിക്കും, യൻദുറൂൻ, എന്നിട്ട് എന്താണ് ഇനി അവരെ കൊണ്ട് ചെയ്യാൻ പോകുന്നത് എന്നവർ നോക്കിക്കൊണ്ടിരിക്കും. കാരണം മരിച്ച് ഖബറിന്ന് കണ്ട് എണീക്കുകയാണ്. ഇനി എന്താണാവോ നമ്മുടെ ഇതെന്നാണ് അവർ നോക്കുക. വേറെ ഒന്നുമില്ല. ദുനിയാവിൻ്റെ എല്ലാ ബന്ധങ്ങളും അവസാനിച്ചു. ഇനി എന്താണ് നമുക്ക് എന്നാണ് അവർ നോക്കുന്നത്. യൻദുറൂൻ, എന്താണ് അവരെ കൊണ്ട് പ്രവർത്തിക്കപ്പെടുന്നത് എന്നവർ നോക്കും. വഖാലൂ യാ വൈലനാ ഹാദാ യൗമുദ്ദീൻ. പിന്നീട് അവർക്ക് കാര്യം തിരിച്ചറിയാണ്. അപ്പോൾ കാഫിരീങ്ങൾ പറയും, യാ വൈലനാ, നാശമേ, നഷ്ടമേ, പരാജയമേ, പരാജയപ്പെട്ടു പോയല്ലോ, പരാജയപ്പെട്ടു പോയല്ലോ എന്നവർ പറയും. വൈല് എന്നുള്ളത് ഹലാക്ക് എന്നാണ് അർത്ഥം. നഷ്ടം, പരാജയം, നാശം. അതിന് മാദിയൊന്നുമില്ല, മുലാരിയൊന്നുമില്ല, മസ്തറാണ്. ലാ ഫഇലുഹു മിൻ ലഫ്ദിഹി. അതിൻ്റെ പദം കൊണ്ടുള്ള മാദി മുലാരി എന്നതിനില്ല, മസ്തർ മാത്രമായിട്ടാണ് ഉപയോഗിക്കുക വൈല് എന്നുള്ള വാക്ക്. വതഖൂലു ലഹും അൽ മലായിക, എന്താ റബ്ബേ ഇത്, നാശമാണല്ലോ, നഷ്ടമാണല്ലോ യാ എന്ന് പറയുമ്പോൾ മലക്കുകൾ അവർക്ക് മറുപടി പറയും, ഹാദാ യൗമുദ്ദീൻ, ഇത് പ്രതിഫലത്തിൻ്റെയും വിചാരണയുടെയും ദിവസമാണ്. ദീൻ എന്ന് പറഞ്ഞ വിചാരണ അല്ലെങ്കിൽ പ്രതിഫലം. ഹാദാ യൗമുൽ ഫസ്ലില്ലദീ കുൻതും ബിഹി തുകദ്ദിബൂൻ. ഖബറിൽ നിന്ന് എണീറ്റ് വരുന്ന ആളുകളോട് മലക്കുകൾ പറയും, ഹാദാ യൗമുൽ ഫസ്ൽ, ഇത് തീരുമാനിക്കപ്പെടുന്ന ദിവസമാണ്. ബൈനൽ ഖലായിഖ്, എല്ലാ സൃഷ്ടികൾക്കിടയിലും സ്വർഗോ നരകോ, വിജയമോ പരാജയമോ എന്നൊക്കെ തീരുമാനിക്കപ്പെടുന്ന ദിവസമാണ്. അല്ലദീ കുൻതും ബിഹി തുകദ്ദിബൂൻ, നിങ്ങൾ നിഷേധിച്ചു കൊണ്ടിരുന്ന, നിങ്ങൾ ഇതുവരെ നിഷേധിക്കുകയായിരുന്നു, അങ്ങനത്തെ ദിവസമാണിത് എന്ന് പറയുന്നു. അങ്ങനെ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് എന്താണാവോ ഇനി എന്ന് ചുറ്റുഭാഗത്ത് നോക്കുന്ന സന്ദർഭത്തിൽ അവർ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ മലക്കുകൾ അതിന് മറുപടി പറയാണ്. എന്നിട്ട് അള്ളാഹു മലക്കുകളോട് പറയാണ്, وَاحْشُرُوا الَّذِينَ ظَلَمُوا وَأَزْوَاجَهُمْ وَمَا كَانُوا يَعْبُدُونَ مِن دُونِ اللَّهِ فَاهْدُوهُمْ إِلَى صِرَاطِ الْجَحِيمِ. وَاحْشُرُوا الَّذِينَ ظَلَمُوا أَنفُسَهُمْ بِالشِّرْكِ. ബഹുദൈവാരാധന കൊണ്ട് ളുൽമ ചെയ്ത ആളുകളെ നിങ്ങൾ ഒരുമിച്ച് കൂട്ടുക. മഹ്ശർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടുന്ന സ്ഥലം എന്നല്ലേ, ഇസ്മു മക്കാനാണ്, മഫ്അൽ വസ്നാണ്. വാസ്വാജഹും, അവരുടെ ഉറ്റ ചങ്ങാതിമാരെയും, അഥവാ ഖുറനാഅഹും മിനശ്ശയാത്തീൻ, പിശാചുകളിൽ നിന്നുള്ള അവരുടെ കൂട്ടുകാരെയും. ഭാര്യ ഭർത്താക്കൾ എന്നല്ല ഇവിടെ അർത്ഥം. ഓരോ കൂട്ടുകാരാരാ? ശിർക്കിലെ കൂട്ടുകാർ, ശൈത്താന്മാർ. വമാ കാനൂ യഅ്ബുദൂന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിനെ ഒഴിവാക്കി, അള്ളാഹുവിനെ കൂടാതെ അവർ ആരാധിച്ചിരുന്ന ബിംബങ്ങളെയും ഒരുമിച്ച് കൂട്ടാൻ പറയും.
മിനൽ ഔസാൻ, ബിംബങ്ങളെ. യാ സുബ്ഹാനല്ലാഹ്, മുഴുവൻ ശിർക്കിൻ്റെ ആളുകളെയും ശൈത്താന്മാരെയും ഒരുമിച്ച് കൂട്ടും. അവർ ഭൂമിയിൽ ആരാധിച്ചിരുന്ന മുഴുവൻ കല്ലിൻ്റെയും സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ബിംബങ്ങളെയും ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് അള്ളാഹു പറയും, ഫഹ്ദൂഹും ഇലാ സിറാത്തിൽ ജഹീം, നരകത്തിൻ്റെ വഴിയിലേക്ക് നിങ്ങളവരെ തൊളിച്ചു കൊണ്ടുപോവുക. ഫഹ്ദൂഹും ദുല്ലൂഹും വസൂഖൂഹും, നിങ്ങളവർക്ക് അറിയിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ സൂഖു, സാക്കതനെ തൊളിച്ചു എന്നാണ്. നിങ്ങളവരെ നരകത്തിൻ്റെ വഴിയിലേക്ക് തൊളിക്കുവീൻ. അങ്ങനെ നരകത്തിൻ്റെ വഴിയിലേക്ക് ബിംബങ്ങളടക്കം, എത്ര ബിംബമുണ്ടാവും? കല്ലിൻ്റെ ബിംബങ്ങളും മനുഷ്യന്മാരും ജിന്നുകളും ശൈത്താന്മാരും. വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ, എന്നിട്ട് സിറാത്തിൽ നിങ്ങളവരെ നിർത്തുക. വഖിഫൂഹും, വഖഫ നിർത്തി എന്നർത്ഥം, അല്ലെങ്കിൽ നിന്നു എന്നർത്ഥം. അതിൻ്റെ അമ്രാണ് ഖിഫ്, ഖിഫ, ഖിഫൂ. ഹദാ യഹ്ദി, ഇഹ്ദി, ഇഹ്ദിയ, യഹ്ദൂ, ഫഹ്ദൂഹും വഖിഫൂഹും യഹ്ബിസൂഹും ഇൻദ സിറാത്ത്, സിറാത്ത് പാലത്തിൻ്റെ അടുത്ത് നിങ്ങളവരെ നിർത്തണം. ഇന്നഹും മസ്ഊലൂൻ, ഇവരോരോരുത്തരോടും ചോദിക്കപ്പെടും. അവരെ വാക്കിനെക്കുറിച്ചും പ്രവൃത്തികളെക്കുറിച്ചും ജിന്നു ഇൻസിനോടൊക്കെ ചോദിക്കും, നിങ്ങളെന്തായി ചെയ്തത് ഈ ബിംബങ്ങളെ മുന്നിൽ നിർത്തിയിട്ട്. എന്നിട്ട് അവരോട് അല്ലാഹു തആല ഭീഷണി സ്വരത്തിൽ പറയും, യഖാലുഹും തൗബീഖൻ മാ ലക്കും ലാ തനാസറൂൻ, എന്തേടോ നിങ്ങൾക്ക് പരസ്പരം സഹായിക്കുന്നില്ലാലോ? ദുനിയാവിൽ എന്തൊരു സഹായികളായിരുന്നു നിങ്ങൾ. ബിംബങ്ങൾ ആരാധിക്കുന്ന ആളുകളെ സഹായിക്കാനായിട്ട് നിൽക്കുകയായിരുന്നു പിശാചുക്കൾ, ശൈത്താന്മാർ. ബിംബങ്ങളെ ആരാധിക്കുന്നവർക്ക് ആരാധന കൊണ്ട് എന്തെങ്കിലും കാര്യം കിട്ടണമെന്ന് തോന്നണമെങ്കിൽ എന്തെങ്കിലും സഹായം വേണ്ടേ? പിശാച് അവരെ സഹായിക്കും. രോഗങ്ങൾ സുഖപ്പെടുത്തി കൊടുക്കും, മക്കളെ കൊടുക്കും, അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കും, വലിയ വലിയ സിഹിറിനൊക്കെ സഹായിക്കും. അള്ളാഹു ഈ സമയത്ത് ഇവരെ സിറാത്ത് പാലത്തും വരെ ചോദിക്കാൻ വേണ്ടി ഇങ്ങനെ നിർത്തുമ്പം തലയും താഴ്ത്തിയിട്ട് ഇങ്ങനെ ബേജാറായിട്ട് നിൽക്കുക. ഒരു ബന്ധുവില്ല. ഈ ബിംബങ്ങളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ എന്നാണ് ബഹുദൈവാരാധകർ വിചാരിക്കുന്നത്. ഈ മനുഷ്യന്മാരൊന്ന് ഒഴിഞ്ഞു കിട്ടിയെങ്കിൽ എന്നാണ് ശൈത്താന്മാരാഗ്രഹിക്കുന്നത്. ദുനിയാവിൽ അങ്ങനെ ആയിരുന്നില്ല. അവർ ഒക്കച്ചങ്ങാതിമാരായിരുന്നു. എന്നിട്ട് അല്ലാഹു, എന്താ നിങ്ങൾ പരസ്പരം സഹായിക്കാത്തത്? നസറ സഹായിച്ചു എന്നാ, തനാസ്വറ എന്നാണ് പരസ്പരം സഹായിക്കുക. ലാ യൻസുറു ബഅദുക്കും ബഅദൻ കഹാലിക്കും ഫിദ്ദുനിയ, ഒരൊറ്റൊന്നും മിണ്ടൂല. മാനം കെടുത്താൻ വേണ്ടി ആ നേരം പറയപ്പെടും, ബൽ ഹുമുൽ യൗമ മുസ്തസ്ലിമൂൻ, അന്നവർ അല്ലാഹുവിൻ്റെ കൽപ്പനയ്ക്ക് കീഴ്പ്പെട്ടവരും നിന്ദ്യരും നിസാരരുമായിരിക്കും. ഇസ്തസ്ലമ എന്ന് പറഞ്ഞാൽ കീഴ്പ്പെട്ടു എന്നാണ്, ആയുധം വെച്ച് കീഴടങ്ങുക. എന്നിട്ട് ഇനി ഒരു ലക്ഷ്യമില്ലാന്ന് കാണുമ്പോൾ എന്താ സംഭവിക്കുക എന്നറിയോ? ഈ ശൈത്താന്മാരെയും മനുഷ്യന്മാരെയും ബിംബങ്ങളെയൊക്കെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണല്ലോ. എന്തു ചെയ്യും? വാഖ്ബല ബഅ്ദുഹും അലാ ബഅ്ദിൻ യതസാഅലൂൻ, അവർ പരസ്പരം മുഖാമുഖം നിൽക്കും. അഖ്ബല ബഅ്ദുഹും അലാ ബഅ്ദിൻ യതസാഅലൂൻ, പരസ്പരം ആക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചോദിച്ചുകൊണ്ട്, ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട്. യതലാവമൂൻ, പരസ്പരം ആക്ഷേപിക്കുന്നു. യതഖാസമൂൻ, പരസ്പരം തർക്കത്തിലേർപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അവർ പരസ്പരം മുഖാമുഖം നിന്ന് ക്വസ്റ്റ്യൻ ചെയ്യും, ആക്ഷേപിക്കും, കുറ്റപ്പെടുത്തും. ഖാലൂ, അനുയായികൾ നേതാക്കന്മാരോട് പറയും. അത്ബാഅ് എന്ന് പറഞ്ഞാൽ താബേൻ്റെ മാണ്. അനുയായികൾ പറയും ലിൽ മത്ബൂഈൻ, നേതാക്കന്മാരോട്, ആരെയാണോ പിൻപറ്റിയത് അവരോട് പറയും, ഇന്നകും കുൻതും തഅ്തൂനനാ അനിൽ യമീൻ, നിങ്ങൾ വിശ്വസനീയമായ രീതിയിലാണ് ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത്. തഅ്തൂനന, നിങ്ങൾ വന്നിരുന്നല്ലോ, നിങ്ങൾ വരുന്നവരായിരുന്നല്ലോ. അനിൽ യമീൻ, അനിൽ ജിഹത്തില്ലത്തി കുന്നാ നഅ്മനുക്കും മിൻഹാ, വിശ്വസനീയമായ മാർഗത്തിലൂടെ നമ്മൾ എങ്ങനെ വിശ്വസനീയമായ രീതിയിലാണല്ലോ നിങ്ങൾ നമ്മളെ സമീപിച്ചത്. വിശ്വസിക്കപ്പെടാവുന്ന രീതിയിൽ നിങ്ങൾ നമ്മളെ സമീപിച്ചിരുന്നത്. അനിൽ യമീൻ, സത്യമൊക്കെ ചെയ്തുകൊണ്ടല്ലേ, വിശ്വസിച്ചുകൊണ്ടല്ലേ, വിശ്വസിക്കപ്പെടാവുന്ന രീതിയിലല്ലേ. ബിഹലിഫിക്കും അന്നക്കും ഹനക്കും, നിങ്ങൾ ആദ്യം സത്യം ചെയ്ത് പറഞ്ഞു നിങ്ങൾ സത്യത്തിലാണ്. അങ്ങനെ സത്യം ചെയ്ത് വല്ലാഹി പറഞ്ഞപ്പോൾ
ബിഹൽഫിക്കും, നിങ്ങൾ സത്യം ചെയ്ത് പറഞ്ഞു ഞങ്ങളോട്, ഇന്നക്കും നിങ്ങൾ സത്യത്തിലാണ്, വേണമെങ്കിൽ കൂടിക്കോളൂ എന്ന്. അതാണ് വിശ്വസിക്കപ്പെടാവുന്ന രീതിയിൽ നിങ്ങൾ ഞങ്ങളെ സമീപിച്ചു. അപ്പോൾ സ്വദ്ദഖനാക്കും, അങ്ങനെ ഞങ്ങൾ നിങ്ങളെ വിശ്വസിച്ചു. വത്തബഅനാക്കും, ഞങ്ങൾ നിങ്ങളെ പിൻപറ്റി. അതായത് ഇന്നക്കും അദ്ലൽതുമുന, നിങ്ങളാണ് ഞങ്ങളെ പഴപ്പിച്ചത്, വല്ലാഹി എന്നൊക്കെ സത്യം ചെയ്തിട്ട് യാഥാർത്ഥ്യമാണ്, ഹക്കാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വിശ്വസിപ്പിക്കുകയായിരുന്നു. അതിനാൽ നിങ്ങളാണ് ഞങ്ങളെ പഴപ്പിച്ചത്. ഖാലൂ, അന്നേരം നേതാക്കന്മാർ പറയും, ബല്ലം തകൂനു മുഅ്മിനീൻ, നിങ്ങളല്ലേ വിശ്വസിക്കാതിരുന്നത്. ഞങ്ങൾ പറഞ്ഞു എന്നുള്ളത് ശരിയാണ്, വിശ്വസിക്കലും വിശ്വസിക്കാതിരിക്കലും നിങ്ങളിഷ്ടല്ലേ. ബല്ലം തകൂനു മുഅ്മിനീൻ, പഴപ്പിച്ചത് ഞങ്ങളല്ല. വഇന്നമാ യസ്തഖുൽ ഇദ്ലാലു മിന്നാ, നിങ്ങളെ പഴപ്പിച്ചു എന്നുള്ളത് സത്യമാകണമെങ്കിൽ അല്ലോ കുന്തു മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളായിരുന്നിരുന്നെങ്കിലല്ലേ. നിങ്ങൾ വിശ്വസിച്ചിട്ടില്ലല്ലോ. ഫർജഅതും അനിൽ ഈമാനിലീന, അങ്ങനെ ഈമാനെ വിട്ട് ഞങ്ങളിലേക്ക് വന്നതല്ലല്ലോ നിങ്ങൾ. ആദ്യം നിങ്ങൾ മുഅ്മിനായിട്ടില്ലല്ലോ. അവർ രക്ഷപ്പെടാൻ വേണ്ടി പറയാണ്. അനുയായികൾ നേതാക്കന്മാരെ നരകത്ത് കിടത്തുകയാണ് അള്ളാഹിനോട് വാദിച്ചിട്ട്. ഞങ്ങളെ വിടണം പടച്ചോനെ, ഞങ്ങളെ ഇവർ വേപ്പിച്ചതാണ്. അപ്പോൾ ഇവർ പറയാണ്, നിങ്ങൾ ഇസ്ലാമൊന്നും തിരിച്ചൊന്നും പോന്നിട്ടില്ലല്ലോ, നിങ്ങൾ മൂമിനെ ആയിരുന്നില്ലല്ലോ. ലൗ കുന്തും മൂമിനീൻ, നിങ്ങൾ നേരത്തെ വിശ്വാസികളായിരുന്നെങ്കിലല്ലേ നിങ്ങളെ ഞങ്ങൾ പഴപ്പിച്ചു എന്നത് സത്യമാവുക. ഫർജഅതും അനിൽ ഈമാനിലീന, അങ്ങനെ ഞങ്ങളാണ് സത്യത്തിൽ എന്ന് പറഞ്ഞ് ഞങ്ങൾ സത്യം ചെയ്തപ്പോൾ ഈമാൻ വിട്ട് നിങ്ങൾ ഞങ്ങളിലേക്ക് മടങ്ങി വന്നതല്ലല്ലോ. ബൽ കുന്തും ഖൗമൻ ളാഗീൻ, നിങ്ങൾ ഞങ്ങളെപ്പോലെ പിഴച്ചവരായിരുന്നു. അങ്ങനെ ഫഹഖ അലൈനാ ഖൗലു റബ്ബിനാ, അങ്ങനെ നമുക്ക് നിർബന്ധമായി തീർന്നതാണ്. വജബ അലൈന, നമ്മുടെ മേൽ മുഴുവനും, നമുക്കിനി ഒന്നിച്ച് പടച്ചോനെ അദാബ് അനുഭവിക്കാം. ഖൗലു റബ്ബിന, റബ്ബിൻ്റെ ശിക്ഷ കൊണ്ടുള്ള വചനം നമുക്കെല്ലാവർക്കും സ്ഥിരപ്പെട്ടിരിക്കുകയാണ്. എന്താണത്? ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ, മനുഷ്യന്മാരെ കൊണ്ടും ശൈത്താന്മാരെ കൊണ്ടും ഞാൻ നരകം നിറക്കും എന്ന് അള്ളാഹു പറഞ്ഞ ആ വാക്ക് നമ്മുടെ മേൽ സ്ഥിരപ്പെട്ടിരിക്കുകയാണ്. ഇന്നാ ലദായിഖൂൻ, അതുകൊണ്ട് നമുക്കൊന്നിച്ച് അള്ളാഹുവിൻ്റെ അദാബിനെ രുചിക്കാം, അനുഭവിക്കാം. ദാഖ എന്ന് പറഞ്ഞാൽ രുചിച്ചു എന്ന്. ഇന്നാ ജമീ, നമുക്കൊന്നിച്ച്, ലദായിഖൂൻ, നമ്മളൊന്നിച്ച് അള്ളാഹിൻ്റെ അദാബ് അനുഭവിക്കുന്നവരാണ് ആ വാക്കിൻ്റെ പേരിൽ. വമാ കാന ലനാ അലൈക്കും മിൻ സുൽത്താൻ, നമുക്ക് നിങ്ങളുടെ മേൽ യാതൊരു അധികാരവും ഉണ്ടായിരുന്നില്ലല്ലോ. വമാ കാന ലനാ അലൈക്കും മിൻ സുൽത്താൻ, നമുക്ക് നിങ്ങളുടെ മേൽ യാതൊരു അധികാരവും ഉണ്ടായിരുന്നില്ല. ബൽ കുന്തും ഖൗമൻ ത്വാഗീൻ, നിങ്ങളാണ് പിഴച്ച ടീം, നിങ്ങൾ പിഴച്ചവരായിരുന്നു. കാന അലൈക്കും മിൻ സുൽത്താൻ കാരണം അവിടെ ശക്തിയും പവറും ഉണ്ടായിരുന്നില്ല. നമ്മളെ പിൻപറ്റാൻ നിങ്ങൾ നിർബന്ധിച്ചിട്ടൊന്നുമില്ലല്ലോ. ബൽ കുന്തും ഖൗമൻ ത്വാഗീൻ, നിങ്ങൾ നമ്മളെപ്പോലെ പിഴച്ചവരാണ്. ഫഹഖ അലൈനാ ഖൗലു റബ്ബിനാ ഇന്നാ ലദായിഖൂൻ ഫഅഗ്വൈനാകും ഇന്നാ കുന്നാ ഗാവീൻ.